വളരെയധികം വിഷമവും ദുഃഖവും നിറഞ്ഞ വാർത്തയാണ്. കേരളം വിറങ്ങലിച്ചു പോയ ഒരു വാർത്ത. ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമം, ഈ പറയുന്ന വൈത്തിരി താലൂക്കിലെ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഇല്ലാതായി പോകുന്ന, തുടച്ച് നീക്കപ്പെട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ന്യൂസ് ചാനലിലൂടെ 24 ഹവേഴ്സ് കണ്ടുകൊണ്ടിരുന്നത്. ആ ഉരുൾപൊട്ടലിൻ്റെ, അതായത് വയനാട് ഉരുൾപൊട്ടലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് നമ്മൾ ഈ പറയുന്ന ഗൂഗിൾ എർത്ത് മാപ്പിൻ്റെ സഹായത്തോടെ നോക്കുന്നത്. നമ്മൾ ഈ കാണുന്ന മലകളാൽ ചുറ്റപ്പെട്ട മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു മലയുണ്ട്. വലിയൊരു മല തന്നെയാണ്. ഈ മലയാണ് നിലവിൽ ഈ പറയുന്ന ഉരുൾപൊട്ടലിൻ്റെ ആദ്യ സ്ഥാനം എന്ന് പറയേണ്ടി വരും. അതായത് രാത്രി 2 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് 3 ഉരുൾപൊട്ടലാണ് പല സ്ഥലങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതിൽ മെയിനായിട്ടുണ്ടായ ഒരു സ്ഥലം തന്നെയാണ് ഈ പറയുന്ന മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കുത്തി ഒലിച്ചു കഴിഞ്ഞ കല്ലും മണ്ണും മലയും മരങ്ങളും കുത്തി ഒലിച്ച് വന്ന ഈ വഴിയിലൂടെയാണ്, അതായത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നേരെ ഈ കാണുന്ന ചാലിലൂടെ ഒഴുകിയെത്തിയതാവട്ടെ ചെറിയൊരു നീർച്ചാൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇരവിഴിഞ്ഞി പുഴയിലാണ് അത് ഒഴുകിയെത്തിയത്. ഇരവിഴിഞ്ഞി പുഴ ഗംഭീരമായിട്ട് 2ആയിട്ട് കീറി മാറിയതിനു ശേഷം നമ്മൾ ഈ കാണുന്ന മലകളാൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മുണ്ടക്കൈ. കാരണം ധാരാളം തോട്ടം തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത്. അതുമാത്രമല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. മലകളുടെ ഇടയിലുള്ള ഒരു ചെറിയ സിറ്റി, മലകൾക്കിടയിലുള്ള ഒരു ചെറിയ സിറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സിറ്റിയാണ്, ഈ ഒരു ഗ്രാമമാണ് പൂർണ്ണമായിട്ടും മണിക്കൂറുകൾ കൊണ്ട് ഒഴുകി മാറിയത്. ഉറ്റവരെയും ഉടവരെയും അമ്മയും അച്ഛനെയും മക്കളെയും നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, സ്വന്തമായിട്ട് ഒന്നുമില്ലാതെ നിന്ന് കരയുന്നവർ ധാരാളം പേർ ഒറ്റ രാത്രി കൊണ്ട് ഒന്നും അറിയാതെ നിന്ന ഈ സ്ഥലത്ത് നിന്നും പൂർണ്ണമായിട്ടും ഒഴുകി മാറപ്പെട്ടു. നമുക്ക് ഈ കാണും പോലെ ധാരാളം വീടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാണാൻ സാധിക്കും അടുക്കി തിങ്ങിയുള്ള ധാരാളം വീടുകളാൽ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് ധാരാളം റിസോർട്ടുകളുമുണ്ട്. TV ന്യൂസുകളിൽ എടുത്തു പറയുന്ന റിസോർട്ടാവട്ടെ ട്രീ വാലി റിസോർട്ടും വയബിൾ ഡ്രീം റിസോർട്ടും, ഈ റിസോർട്ടിൽ ധാരാളം ആളുകൾ കുടുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത് പോകേണ്ടത് ഈ പറഞ്ഞ ഇരുവിഴിഞ്ഞി പുഴയിലൂടെ ഈ പറയുന്ന മലവെള്ളപ്പാച്ചിലെത്തിയതിനു ശേഷം ഈ വെള്ളം ഈ ഗ്രാമത്തെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റിയതിനു ശേഷം അടുത്തായി ഈ ഗ്രാമത്തിൽ നിന്ന് ഈ വെള്ളം പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ കുത്തൊലിച്ച് വരുന്ന അല്ലെങ്കിൽ സംഹാര താണ്ഡവമാടി വരുന്ന ഇരുവിഴിഞ്ഞിപ്പുഴ നേരെ എത്തുന്നത് തൊട്ടടുത്തുള്ള ഈ ഗ്രാമത്തിലാണ്. ഇവിടെയും നിങ്ങൾക്ക് ഇരുവിഴിഞ്ഞിപ്പുഴയെ നമുക്ക് കാണാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ഈ അടുത്തടുത്ത് ധാരാളം വീടുകളുള്ള ഈ പ്ലേസിലെത്തിയപ്പോൾ ഇവിടെ ഈ പറയുന്ന ചൂരൽമല നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചൂരൽമലയിൽ നിന്ന് രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായി നേരെ വന്നത് ഈ പ്ലേസിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു പാലമുണ്ട്. ഈ ബ്രിഡ്ജാണ് പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുള്ളത്. ഈ ബ്രിഡ്ജ് പൂർണ്ണമായി തകരാൻ കാരണം ഇത് വലിയ ചെറിയൊരു നീർച്ചാലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇരുവിഴിഞ്ഞിപ്പുഴയുടെ ചെറിയൊരു ബ്രിഡ്ജ് തന്നെയായിരുന്നു. ഇതിപ്പോൾ 2-3ആയിട്ട് ഇരുവിഴിഞ്ഞിപ്പുഴ കീറി മാറിയ സമയത്ത് ഈ ബ്രിഡ്ജ് പൂർണ്ണമായി എടുത്തുകൊണ്ട് പോയി. അത് കാരണം ഇവിടെ നിന്നുള്ള ജനങ്ങൾക്ക് ഇപ്പുറത്തോട്ട് പാസ് ചെയ്യാൻ പറ്റാതെ ധാരാളം പേരാണ് അവിടെ കുടുങ്ങിക്കിടന്നിട്ടുള്ളത്. നമ്മുടെ മിലിറ്ററിയും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും എല്ലാ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ ചേർന്നിട്ടാണ് ധാരാളം പേരെ ഇപ്പുറത്തെ കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇവിടെ നിന്നും ഈ രാത്രിയോടുകൂടെ ഈ പറയുന്ന പുഴയിലൂടെ ഒഴുകിയെത്തിയ ആൾക്കാർ നേരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ധാരാളം റിസോർട്ടുമുണ്ട്. ഈ പുഴ നേരെ ഒഴുകിയെത്തി നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇരുവിഴിഞ്ഞി പുഴ എത്തിയ നേരെ ഈ പറയുന്ന സൂചിപ്പാറ വാട്ടർഫാൾസിലാണ്. നിങ്ങൾക്ക് ഏതാണ്ട് 100 അടി മുതൽ 200 അടി വരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടമുള്ളത്. അതുവഴി നേരെ ഒഴുകിയെത്തിയ നമ്മുടെ സഹോദരങ്ങൾ ഇതുവഴി ഒഴുകി മാറിയതിനു ശേഷം വളരെ ദൂരെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒഴുക്കിൻ്റെ പ്രഭാകേന്ദ്രം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതുവഴി നേരെ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ചാലിയാർ റിവർ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ചാലിയാർ റിവറിൻ്റെ പല ഭാഗത്തായിട്ടാണ് നമ്മുടെ സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ കണ്ടുകെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആർക്കും കൂടുതൽ അപകടം വരാതിരിക്കട്ടെ, ജീവൻ്റെ ഒരു കണിക പോലും കണ്ടെടുക്കാൻ വേണ്ടിയുള്ള തിരച്ചിലാണ് സന്നദ്ധ പ്രവർത്തകരും മിലിറ്ററി ഉൾപ്പെടെ നാട്ടുകാരും ഉൾപ്പെടെ ചെയ്യുന്ന പുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടിവരും. ഈ ചാലിയാർ പുഴയുടെ ഈ ഓരത്ത് തന്നെ ധാരാളം മൃതദേഹങ്ങൾ ഇപ്പോൾ തന്നെ ന്യൂസിൽ തന്നെ പറയുന്ന പോലെ കണ്ടെത്തി. ഇത് നേരെ ഒലിച്ചെത്തിയതാവട്ടെ നമുക്ക് വളരെ ദൂരെയായിട്ട് കാണുന്ന ഈ പോത്തുകൽ എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് ധാരാളം മൃതദേഹങ്ങൾ ഒഴുകിയെത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഈ പറയുന്ന പുഴ കുറച്ച് വലുതായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലും കരകളിലുമായിട്ട് നമ്മുടെ സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ ധാരാളം ഒഴുകിയെത്തി എന്നറിയുന്നത് ഒരു വളരെയധികം വേദനാജനകമായ ഒരു മാപ്പിലൂടെ മുണ്ടക്കൈയും പോത്തുകല്ലും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ പറയുന്ന മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമം പൂർണ്ണമായിട്ടും ഒലിച്ചിറങ്ങിയത് ഈ പറയുന്ന ഇരുവിഴിഞ്ഞ പുഴ വഴി അല്ലെങ്കിൽ സൂചിപ്പാറ വാട്ടർഫാൾ വഴി നമ്മൾ ഈ പറഞ്ഞ ഒലിച്ചിറങ്ങിയതാവട്ടെ
പോത്തുകാലിലാണ്. ഈ പോത്തുകാലും മുണ്ടക്കല്ലും തമ്മിൽ ഏതാണ്ട് 25-30 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് തന്നെയുണ്ട്. ഈ മലയിൽ നിന്ന് ഒലിച്ച് താഴ്വാരത്തേക്ക് കുത്തി ഒലിച്ചിറങ്ങുന്ന അതിഭയാനകമായ ഉരുൾപൊട്ടലിൻ്റെ ഒരു ഭീമമായ ഒരു 2-3 മണിക്കൂറുകൾ കൊണ്ട് രാത്രിയിൽ ഈ പറയുന്ന എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സമയത്ത് എന്താണെന്ന് പോലും അറിയാതെ, ഒരു വെട്ടവും വെളിച്ചവുമില്ലാതെ, ഒന്ന് കണ്ണു തുറക്കാനുള്ള സമയവുമില്ലാതെ പ്രകൃതിയുടെ താണ്ഡവം തന്നെ ആടിക്കഴിഞ്ഞിരിക്കുന്നു മുണ്ടക്കയും പോത്തുകല്ലിനും ഇടയ്ക്കുള്ള പ്ലേസ് പൂർണ്ണമായിട്ടും മുണ്ടക്കയും അതിനോട് ചേർന്നുള്ള ഗ്രാമപ്രദേശങ്ങളും പൂർണ്ണമായും തുടച്ചു നീക്കി നമ്മൾ ഈ പറഞ്ഞ 25-30 കിലോമീറ്ററിനപ്പുറം പോത്തുകല്ലിൽ നിന്നാണ് പല മൃതശരീരങ്ങളും കണ്ടെടുത്തിട്ടുള്ളത്. വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ പറയുന്ന മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെയധികം പാട് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതും എന്ന് അറിയാൻ സാധിച്ചു. കാരണം ഈ പ്ലേസ് എല്ലാം ഏതാണ്ട് ഒരാൾ പൊക്കം 1-1.5 ആൾ പൊക്കം ചെളിയായി കിടക്കുന്ന പ്ലേസ് തന്നെയാണ്. ഈ വീടുകളെല്ലാം ഇനി ഓർമ്മകൾ തന്നെ മാത്രമായി മാറും. ഇപ്പോൾ രാവിലെ ഞാൻ കണ്ട ന്യൂസിലനുസരിച്ച് അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി സന്നദ്ധ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അപകടമുണ്ടായ സ്ഥലം. അതിനോട് ചേർന്നിട്ടുള്ള ഈ പറയുന്ന ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും ഒലിച്ചു പോയിരിക്കുന്ന ഒരു അപൂർവ കാഴ്ച തന്നെയാണ്. മനസ്സിന് ഏറ്റവും കൂടുതൽ സങ്കടം തരുന്ന കാഴ്ച തന്നെയാണ്. നമുക്ക് ഈ ന്യൂസിലൂടെ നമ്മൾ ഈ പറയുന്ന മാപ്പിലല്ലാതെ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ഭയാനകമായ ഒരു വലിയൊരു കേരളം തന്നെ ഞെട്ടി വിറങ്ങലിച്ചു പോയ ആ സംഭവം നടന്ന ഈ ഒരു സിറ്റിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ആ ഒരു ചെറിയൊരു മാപ്പ്. വളരെയധികം വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. കാരണം ധാരാളം കൂട്ടുകാർ എൻ്റെ കൂടി പഠിച്ച ധാരാളം ഫ്രണ്ട്സ് ഈ പറഞ്ഞ കൽപ്പറ്റ, ഈ പറയുന്ന സുൽത്താൻ ബത്തേരി, വയനാട് പല പ്ലേസുകളിലും ധാരാളമായി താമസിക്കും. നമുക്ക് അവരെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ കിട്ടുന്നത്. അവരെല്ലാം കുറച്ച് പേരെല്ലാം സേഫാണ്. എന്നാലും അവരുടെ ബന്ധുക്കൾ ധാരാളം ഈ പ്ലേസിലേക്ക് താമസിക്കുന്നവർ തന്നെയാണ്. അവരെ ഒന്നും കാണാനില്ല, അച്ഛനെ കാണാനില്ല, വീട് പലർക്കും ഒരു ഐഡിയ ഇല്ലാത്ത ആരാന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ബന്ധുക്കളെ സഹിതം ആരുമില്ല. എത്ര പേരാണ് മണ്ണിലടിയിലായിട്ടുള്ളത്, എത്ര പേരാണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്ര ഭയാനകമായ ഒരു നിമിഷമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവൻ്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാനായി നമ്മുടെ സന്നദ്ധ പ്രവർത്തകരും മിലിറ്ററിക്കാരും പരിശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ 4 മണിക്കൂർ ന്യൂസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന മുണ്ടക്കൈ എന്ന് പറയുന്ന ഉയരത്തിലുള്ള ഗ്രാമം പൂർണ്ണമായിട്ടും ഒലിച്ച് ഈ പറയുന്ന ഉരുൾപൊട്ടലിൻ്റെ ഭയാനകമായ നിമിഷത്തിൽ ഒലിച്ചിറങ്ങിയതാവട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇരുവിഴിഞ്ഞ പുഴ എന്നുള്ള ചെറിയൊരു പുഴയിലൂടെ ഒലിച്ചിറങ്ങിയ ശേഷം പുഴ 2-3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഈ കാണുന്ന പുഴയുടെ മുകളിലൂടെയുള്ള പാലം പൂർണ്ണമായിട്ടും തകർന്നു പോയ ഒരവസ്ഥ തന്നെയായിരുന്നു. ധാരാളം ജനങ്ങളാണ് നമ്മൾ ഈ പറയുന്ന പ്ലേസുകളെല്ലാം. ധാരാളം വീടുകളൊന്നും കാണാൻ സാധിക്കും. ഇവിടെയെല്ലാം ധാരാളം വീടുകളുണ്ട്. ഇവർക്ക് ഏക ആശ്രയമായി വരുന്ന ഈ ഒരു ചെറിയ പാലമാണ്. കാരണം നമുക്കിവിടെ ധാരാളം വീടുകളാണ് ഈ പറയുന്ന തിങ്ങിപ്പാർത്ത് ഇവിടെ ജനങ്ങൾ താമസിക്കുന്നത്. ഇവിടെ ചൂരമലയും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ഉരുൾപൊട്ടലുണ്ടായി. അത് ഞാൻ കുറച്ച് മുന്നേ വ്യക്തമാക്കി. അപ്പോൾ ഈ പ്ലേസിൽ കാണുന്ന വീട്ടുകാർക്കെല്ലാം ആശ്രയമായി നിൽക്കുന്ന ഈ ഒരു ചെറിയ പാലമാണ്. ഈ പാലമാണ് പൂർണ്ണമായും തകർന്നു പോയിട്ടുള്ളത്. അതിനാൽ രാത്രികാലങ്ങളിൽ രക്ഷാദൗത്യം വളരെ പ്രയാസകരം തന്നെയായിരുന്നു. എന്നാലും നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയും സന്നദ്ധ പ്രവർത്തകരുടെയും കഷ്ടപ്പാടുകൾ കൊണ്ട് ധാരാളം ആൾക്കാരെ ഇപ്പുറത്തെ കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇപ്പോൾ ന്യൂസിൽ അറിയാൻ സാധിക്കുന്ന ഇന്ത്യൻ മിലിറ്ററിയുടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ഒരു ചെറിയൊരു ടെമ്പററി പാലം നിർമ്മിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വേഗം നടക്കും എന്ന് തന്നെ പറയേണ്ടി വരും. ജീവൻ്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ രക്ഷിച്ചെടുക്കാൻ സാധിക്കട്ടെ. അതിന് അവരുടെ ഈ പറയുന്ന യാതനകളിലും ദുഃഖങ്ങളിലും നമുക്കും കൂടി കൈകോർക്കാം. താങ്ക് യു.